എല്ലാവർക്കും നമസ്കാരം. കേരള ഭൂമിശാസ്ത്രം പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാവർക്കും ഇതൊരു റാപ്പിഡ് ഫയർ റിവിഷൻ ആയിരിക്കും. നിങ്ങളുടെ അറിവ് ഒന്നും മിനുക്കിയെടുക്കാൻ റെഡിയല്ലേ? അപ്പോൾ ഇതൊരു ക്ലാസ് മാത്രമല്ല, നിങ്ങൾക്കുള്ളൊരു ചാലഞ്ച് കൂടിയാണ്. എത്രത്തോളം കാര്യങ്ങൾ ഓർമ്മയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? റെഡിയാണെങ്കിൽ നമുക്ക് തുടങ്ങാം. ശരി, നമ്മുടെ ആദ്യത്തെ റൗണ്ട്. സാക്ഷരതയിൽ കേരളത്തിന്റെ മുന്നേറ്റങ്ങൾ. അറിയാലോ, നമ്മുടെ അഭിമാനമാണിത്. പരീക്ഷകൾക്ക് സ്ഥിരമായി ചോദ്യം വരുന്ന ഒരു ഏരിയയും കൂടിയാണ്. അപ്പോൾ ശ്രദ്ധിച്ചിരുന്നോളൂ. ദേ, ഈ നമ്പർ ഓർത്തുവെച്ചോളൂ. 93.91%. ഇതാണ് കേരളത്തിന്റെ സാക്ഷരതാ നിരക്ക്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും ഉയർന്ന നിരക്കാണിത്. വളരെ പ്രധാനപ്പെട്ടൊരു കണക്കാണ്, മറക്കരുത്. ഇനി സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യത്തെ പട്ടണം, ആദ്യത്തെ ജില്ല, ആദ്യത്തെ സംസ്ഥാനം. ഇതൊക്കെ എപ്പോഴും കൺഫ്യൂഷൻ ആവാറുണ്ടോ? പേടിക്കേണ്ട, ഇതോർക്കാൻ ഒരു സിമ്പിൾ ട്രിക്കുണ്ട്. നോക്കാം. വളരെ സിമ്പിളാണ്. KEK അങ്ങനെ ഓർത്താൽ മതി. ആദ്യത്തെ കെ കോട്ടയം, ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷരത നേടിയ പട്ടണം. അത് എറണാകുളം, ആദ്യത്തെ ജില്ല. പിന്നെ അവസാനത്തേക്ക് അത് നമ്മുടെ കേരളം തന്നെ, ആദ്യത്തെ സംസ്ഥാനം. എളുപ്പമല്ലേ? ഓർക്കാൻ വേണ്ടി നോളജ് എലിവേറ്റ്സ് കേരള എന്നും മനസ്സിൽ വയ്ക്കാം. ഇനി നമുക്ക് ജില്ലകളിലെ കണക്കുകൾ നോക്കാം. സാക്ഷരതാ നിരക്കിലെ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് പത്തനംതിട്ടയാണ്. ഏറ്റവും കുറവ് പാലക്കാടും. പിന്നെ സമ്പൂർണ്ണ പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യത്തെ ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ ഉത്തരം കണ്ണൂരാണ്. അതുപോലെ 100% സാക്ഷരത നേടിയ ആദ്യത്തെ പഞ്ചായത്ത് ഏതാ? അതും കണ്ണൂരിൽ തന്നെ, കരിവെള്ളൂർ. ഈ പോയിന്റുകളെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കേ, റൗണ്ട് 2. ഇവിടെ നമ്മൾ കേരളത്തിലെ വലിപ്പ ചെറുപ്പങ്ങളാണ് നോക്കാൻ പോകുന്നത്. ഏറ്റവും വലുത്, ഏറ്റവും ചെറുത്. ഒരു റാപ്പിഡ് ഫയർ പോലെ പോകാം. റെഡിയല്ലേ? ശരി, തുടങ്ങാം. ഏറ്റവും വലിയ ജില്ല ഇടുക്കിയാണ്. ഏറ്റവും ചെറുത് ആലപ്പുഴ. ഇനി നദികളുടെ കാര്യം. ഏറ്റവും നീളം കൂടിയത് പെരിയാർ, ഏകദേശം 244 കിലോമീറ്റർ. ഏറ്റവും ചെറിയ നദി ഏതാണെന്നറിയാമോ? മഞ്ചേശ്വരം പുഴ, വെറും 16 കിലോമീറ്റർ മാത്രം. വന്യജീവി സങ്കേതങ്ങളിൽ വലുത് പെരിയാറും ഏറ്റവും ചെറുത് എറണാകുളത്തെ മംഗളവനവുമാണ്. ഇതുപോലെ ഇനിയുമുണ്ട്. നാഷണൽ പാർക്കുകളിൽ ഏറ്റവും വലുത് ഇരവികുളമാണ്. ഏറ്റവും ചെറുത് പാമ്പാടുംചോല. പക്ഷിസങ്കേതങ്ങളിൽ വലുത് തട്ടേക്കാടാണെങ്കിൽ ഏറ്റവും ചെറുത് വീണ്ടും മംഗളവനം തന്നെയാണ്. ഇനി ജലവൈദ്യുത പദ്ധതികൾ നോക്കിയാലോ? ഏറ്റവും വലുത് ഇടുക്കി പ്രൊജക്റ്റും ഏറ്റവും ചെറുത് മാട്ടുപ്പെട്ടിയുമാണ്. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്തു വെച്ചോളോ. അടുത്തത് റൗണ്ട് 3. ഇവിടെ നമ്മൾ നോക്കുന്നത് ഭരണപരമായ കാര്യങ്ങളിലെ വലിപ്പച്ചെറുപ്പങ്ങളാണ്. അതായത് താലൂക്ക്, ഗ്രാമപഞ്ചായത്ത്, നിയോജകമണ്ഡലം. ഇവയിലൊക്കെ വലുതും ചെറുതും ഏതൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, ഇതൊരു ലിസ്റ്റായിട്ട് തന്നെ ഓർത്തുവെക്കാം. ഏറ്റവും വലിയ താലൂക്ക് ഏറനാട്, ഏറ്റവും ചെറിയ താലൂക്ക് കുന്നത്തൂർ. ഗ്രാമപഞ്ചായത്തുകളിൽ ഏറ്റവും വലുത് കുമളി, ഏറ്റവും ചെറുത് വളപട്ടണം. ഇനി നിയോജകമണ്ഡലം നോക്കിയാൽ ഏറ്റവും വലുത് ഉടുമ്പൻചോലയും ഏറ്റവും ചെറുത് മഞ്ചേശ്വരവുമാണ്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? ശരി, നമ്മൾ 4ാമത്തെ റൗണ്ടിലേക്ക് കടക്കുകയാണ്. ഇവിടെ നമ്മൾ ജനസംഖ്യയുമായി ബന്ധപ്പെട്ട ചില പ്രധാന കണക്കുകളാണ് നോക്കുന്നത്. ഓരോ ജില്ലയിലെയും ചില പ്രത്യേകതകൾ. ഈ കാണുന്ന ഗ്രാഫ് നോക്കൂ. തൊഴിലില്ലായ്മയുടെ കണക്കാണ്. ഇതിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ രേഖപ്പെടുത്തുന്നത് തിരുവനന്തപുരത്താണ്. എന്നാൽ ഏറ്റവും കുറവ് എവിടെയാണെന്ന് നോക്കിയേ? വയനാട്ടിൽ. ഇത് രണ്ടും ഓർത്തിരിക്കണം. ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കണക്ക്. ഷെഡ്യൂൾഡ് കാസ്റ്റ്സ്, അതായത് പട്ടികജാതിക്കാർ ഏറ്റവും കൂടുതലുള്ളത് പാലക്കാടാണ്. ഏറ്റവും കുറവ് വയനാട്ടിലും. എന്നാൽ ഷെഡ്യൂൾഡ് ട്രൈബ്സ് അഥവാ പട്ടികവർഗക്കാരുടെ കാര്യം നേരെ തിരിച്ചാണ്. അവിടെ ഏറ്റവും കൂടുതൽ വയനാട്ടിലും ഏറ്റവും കുറവ് ആലപ്പുഴയിലുമാണ്. ഈയൊരു വ്യത്യാസം പ്രത്യേകം ശ്രദ്ധിക്കണം, കൺഫ്യൂഷൻ ആവരുത്. അപ്പോൾ എല്ലാം കേട്ടില്ലേ? ഇനി നമുക്ക് ഫൈനൽ റൗണ്ടിലേക്ക് കടക്കാം. ഒരു ചെറിയ പ്രാക്ടീസ് ക്വിസ്. ഇതുവരെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എത്രത്തോളം ഓർമ്മയുണ്ടെന്ന് സ്വയം ഒന്ന് വിലയിരുത്താനുള്ള സമയമാണിത്. റെഡിയല്ലേ? 1ാമത്തെ ചോദ്യം ഇതാണ്. താഴെ പറയുന്നവയിൽ കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ഓക്കെ, ചോദ്യം നമ്പർ 2. കേരളത്തിന്റെ സാക്ഷരതാ നിരക്ക് എത്രയാണ്? അടുത്ത ചോദ്യം. ഏറ്റവും കൂടുതൽ പട്ടികവർഗക്കാരുള്ള ജില്ല ഏതാണ്? 4ാമത്തെ ചോദ്യം ശ്രദ്ധിച്ചോളൂ. കേരളത്തിലെ ഏറ്റവും ചെറിയ നദി ഏതാണ്? ഇനി അവസാനത്തെ ചോദ്യം, 5ാമത്തെ ചോദ്യം. ഇന്ത്യയിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യത്തെ പട്ടണം ഏതാണ്? ശരി, എല്ലാവരും ഉത്തരങ്ങൾ മനസ്സിൽ കുറിച്ചില്ലേ? ഇനി നമുക്ക് ശരി ഉത്തരങ്ങൾ നോക്കാം. ചോദ്യം 1ന്റെ ഉത്തരം സി ആലപ്പുഴ, 2ന്റെ ഉത്തരം ബി 93.99%, 3ാമത്തെ ചോദ്യത്തിന് ഡി വയനാട്, 4ാമത്തത് ബി മഞ്ചേശ്വരം പുഴ, അവസാനത്തേത് ബി കോട്ടയം. അപ്പോൾ സ്കോർ എങ്ങനെയുണ്ട്? ഫുൾ മാർക്ക് കിട്ടിയവർക്ക് എൻ്റെ വക ഒരു വലിയ കയ്യടി.
മാർക്ക് കുറഞ്ഞവർ വിഷമിക്കേണ്ട, ഈ ഭാഗങ്ങൾ ഒന്നുകൂടി റിവൈസ് ചെയ്താൽ മതി. പഠനത്തിന്റെ ഏറ്റവും വലിയ ഭംഗി എന്താണെന്ന് വെച്ചാൽ അത് ആർക്കും നമ്മളിൽ നിന്ന് എടുത്തു മാറ്റാൻ കഴിയില്ല. നിങ്ങൾ പഠിക്കുന്ന ഓരോ കാര്യവും നിങ്ങളുടേത് മാത്രമാണ്. അതുകൊണ്ട് ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോവുക.